ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു സ്നാക്ക് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കനും ബ്രെഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 2-3 പീസ് മാത്രം മതിയാവും നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 2 ബ്രെഡ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് കുതിർന്ന് വരുന്നത് വരെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 4-5 എല്ലില്ലാത്ത പീസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 ചെറിയ പീസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 1 തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം കൂടി അത്ര തന്നെ മതിയാകും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ അളവിൽ ആക്കുന്നത് കൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയം ചിക്കനിലും ഉരുളക്കിഴങ്ങിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് ചെറിയ രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന മിനുസപ്പൊടി അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു മാവാണ്. ഇനി ഇതാ നമ്മുടെ കയ്യിലേക്ക് ഇത്തിരി ഒന്ന് വെളിച്ചെണ്ണ തടയി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊക്കെ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. മുട്ടയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഇതേ രീതിയിലൊന്ന് ആക്കിയെടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഉരുളകളും ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു പാകത്തിൽ മതിയാകും. ഇനി നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടതിന് ശേഷം നമ്മളിത് ബ്രെഡ് ക്രംസിലാണ് കേട്ടോ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടോടുകൂടെ തന്നെ നമ്മുടെ എണ്ണ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഉൾഭാഗമൊന്നും അധികം വെന്ത് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ഒരു 4 മിനിറ്റ് അത്ര തന്നെ മതിയാകും ഇതിൻ്റെ കളറൊന്നും മാറി വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ടൈമിൽ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്